അങ്ങനെ അതെ രാവിലെ എണീറ്റ് വെക്കുന്ന സമയത്ത് ഹന്നത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ചപ്പാത്തിയും ചൂരക്കറിയും അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. കീലാഞ്ചി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല അടിപൊളി ഫുഡ്. ഇവരുടെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്രക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത്രയും സമയം എടുക്കുമെന്നാണ് കേട്ടത്. ഇന്നലെ രാത്രിയും നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഇതൊക്കെ ആസ്വദിച്ച് വരുമ്പോഴേക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ചിലത് മറന്നു പോകുന്നുണ്ട്. നമ്മളെ കൊച്ചിക്കോൻ്റെ ഒക്കെ ഒരു വെറൈറ്റി സാധനം എന്തായാലും കുഴപ്പമില്ല. ഈ ദോശ ഇത് കോഴിമുട്ടയും ദോശ എന്താന്ന് മനസ്സിലാകുന്നില്ല. അവരോട് ചോദിച്ചു നോക്കാം. അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ അവിടുന്ന് പെർമിറ്റിൽ സീലും വെപ്പിച്ച് നേരെ തിരിച്ച് വന്നത് ബീച്ചിലോട്ടാണ്. ബീച്ചിലെത്തി നല്ല അടിപൊളി ഒരു കുളി അങ്ങോട്ട് കുളിച്ച് വളരെ വൃത്തിക്കുള്ള എന്താ പറയുക, എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കുളിക്കാൻ പറ്റുന്ന അടിപൊളി ബീച്ച്. നമ്മൾ പിന്നെ കുളി സീനുള്ളത് കൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏതാനും ചില ക്ലിപ്സുകളൊക്കെ എടുത്ത് ഫോണൊക്കെ അവിടെ മാറ്റി വെച്ച് നല്ല രീതിയിൽ ഒന്ന് ആർമാദിച്ച് കുളിച്ച് നിങ്ങൾ കണ്ടു നോക്കി. ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറ് എന്താ വൈബ് എന്നാൽ ശരിക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ട് ഫോണിൽ പിന്നെ ഓൾറെഡി റേഞ്ചില്ല, മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് വരാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യണേ.